കെ.എസ്.ആർ.ടി.സി ബസ് ഇടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആംബുലൻസിന് സൈഡ് കൊടുത്ത് മുന്നേറിയ ബസ്സാണ് സ്കൂട്ടർ യാത്രക്കാരനെ തട്ടിയത്. പത്തനംതിട്ട കൂരമ്പാലയിലുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് വലിയ അപകടം. ഒരുപക്ഷെ ദൃശ്യം കാണുമ്പോൾ അങ്ങേയറ്റം ഭയാനകമായ ദൃശ്യമാണ്. ആശ്വാസമെന്ന് പറയട്ടെ, മറ്റൊന്നും സംഭവിച്ചില്ല. അബിലാൽ ചേരുന്നുണ്ട്. അബിലാൽ, ആയുസിന്റെ ബലമെന്നൊക്കെ നമ്മൾ പറയും, ഇത് അതുപോലെയാണല്ലോ അബിലാൽ. കാരണം ആ ദൃശ്യം കാണുമ്പോൾ അങ്ങേയറ്റം ഭയപ്പെടുന്ന ദൃശ്യമാണ്. അവിടെ നിന്ന് ചാടി അദ്ദേഹം പെട്ടെന്ന് എണീക്കുകയും ചെയ്യുന്നുണ്ട്. അബിലാൽ, MC റോഡിൽ അടൂരിനും പന്തളത്തിനും മധ്യേ വരുന്ന ഭാഗമാണ് കുരമ്പാല. CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇന്നലെ ഉച്ചയ്ക്ക് 2:38 അപകടം ഉണ്ടാകുന്നത്. ഇരുചക്ര വാഹന യാത്രികൻ അടൂർ ഭാഗത്തുനിന്നും പന്തളത്തേക്കുള്ള യാത്രയിലായിരുന്നു. സാധാരണയിലും താഴ്ന്ന വേഗതയിലാണ് സ്കൂട്ടർ സഞ്ചരിക്കുന്നത് എന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം തന്നെ അദ്ദേഹത്തെ പിന്തുടർന്ന് എത്തി മറികടക്കാൻ ശ്രമിക്കുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് സാമാന്യം വേഗത്തിലുമായിരുന്നു. അതേസമയം തന്നെ എതിർദിശയിൽ വന്ന ആംബുലൻസിന് വശം കൊടുത്തുകൊണ്ടാണ് KSRTC ബസ് മുന്നേറാൻ ശ്രമിക്കുന്നത്. ഈ സമയത്താണ് ബസിന്റെ ഇടതുവശം ഇരുചക്ര വാഹനത്തിൽ തട്ടുകയും യാത്രികൻ റോഡിലേക്ക് വീഴുകയും ചെയ്യുന്നത്. ബസ് കടന്നു പോവുകയും ഏറ്റവും അവസാനം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഡ്രൈവർ അപകടം തിരിച്ചറിഞ്ഞ് ബസ് ചവിട്ടി നിർത്തുന്നതായും CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് സമാന രീതിയിൽ മുൻപ് ഉണ്ടായിട്ടുള്ള പല അപകടങ്ങളിലും ഇരുചക്ര വാഹന യാത്രികർ വാഹനം തട്ടി റോഡിലേക്ക് വീഴുകയും ആ വാഹനത്തിന് തന്നെ പിൻചക്രം ശരീരത്തിലൂടെ കയറി ഇറങ്ങി മരണം വരെ സംഭവിച്ച നിരവധി സംഭവങ്ങൾ നമുക്ക് മുൻപിൽ വേഗതയിലായിരുന്നു. ആംബുലൻസും ആ രീതിയിലുള്ള വേഗതയിലായിരിക്കുമല്ലോ സ്വാഭാവികമായും. അങ്ങനെ വരുമ്പോൾ ഈ സൈഡില്ല, അതായത് ഇരുചക്ര വാഹന യാത്രികാരന് ഒരു തരത്തിൽ ശ്രദ്ധിക്കാതെ വാഹനം കടന്നു പോകുന്നു. അങ്ങനെയല്ലേ സംഭവിച്ചത്? ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ആംബുലൻസിന് കൂടുതൽ സൗകര്യപ്രദമായി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അല്പം കൂടി ഇടതുവശത്തേക്ക് KSRTC ബസ് നീക്കിയ സമയത്ത് ഇടതുവശത്തുകൂടി കടന്നുപോയ വാഹനത്തിൽ തട്ടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് എന്നതിനാൽ തന്നെ സാധാരണ ഓർഡിനറി ബസ്സിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനമാണ്. രണ്ടും കൂടി ആയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം വന്നത്. എന്തായാലും ഇരുചക്ര വാഹന യാത്രികൻ സംഭവ സ്ഥലത്തു നിന്നും സ്വയം എഴുന്നേറ്റ് നീങ്ങുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ അപകടത്തിൽപ്പെട്ട ഈ യാത്രികൻ ആരാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങളില്ല. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ പന്തളം പോലീസ് സ്റ്റേഷന് പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് ഇന്നലെ ഏതെങ്കിലും അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് സർക്കിൾ ഇൻസ്പെക്ടർ വിശദീകരിക്കുന്നത്. ശരി, ആംബുലൻസിന് വഴി കൊടുക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു സ്വാഭാവികമായിട്ടും KSRTC ഡ്രൈവർക്കുള്ളത്. പക്ഷേ ഇടതുഭാഗത്ത് സാധാരണ ഇത്തരം സമയങ്ങളിലൊക്കെ ആണെങ്കിൽ പിൻചക്രം കയറി ഇറങ്ങി എത്രയോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമുക്ക് ആശ്വാസമായത് ആ വാഹനാപകടത്തിന് ശേഷം അദ്ദേഹം ചാടി എഴുന്നേൽക്കുന്നു, നടന്ന് നീങ്ങുന്നു എന്നുള്ളതാണ്. ആരായാലും ആ വ്യക്തി ആരാന്ന് അറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും അത് ജീവിതത്തിന്റെ ആയുസ് ഇനിയുമുണ്ട് എന്ന് വലിയ ഭാഗ്യം എന്തായാലും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ഇപ്പോൾ KSRTC ഡ്രൈവറെ സംബന്ധിച്ച് ആംബുലൻസിന് വഴിയൊരുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇടതുഭാഗത്തിരിക്കുന്ന ഈ ഓട്ടോറിക്ഷകളൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഒതുക്കി പാർക്ക് ചെയ്താൽ സ്കൂട്ടറുകാരന് കുറച്ചും കൂടി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഒരു പരിഗണനയും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ വാഹനങ്ങൾ നൽകുന്നില്ല. നമ്മൾ പല ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു അശ്രദ്ധ, KSRTC ഡ്രൈവറുടെ അശ്രദ്ധ എന്ന് പറയാനും കഴിയില്ല. ഇതിലെ ഒരു ആംബുലൻസ് നല്ല സ്പീഡിലായിരിക്കും രോഗി വഹിച്ചൊക്കെ പോകുന്ന വാഹനമായതുകൊണ്ട് ഒതുക്കി കൊടുക്കുക എന്നതാണ് KSRTC ഡ്രൈവർക്ക് ചെയ്യാനുള്ളത്. എന്തായാലും വലിയ അപകടം ഒഴിവായി, ഭാഗ്യം.